നമസ്കാരം. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൊരു വീഡിയോ വൈറലായിരുന്നു. ഒരു ഹിപ്പോപ്പൊട്ടാമസ് ആണോ മനുഷ്യജീവിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ജീവി ദ്രാസ് കാർഗിലിൽ മിനിമാർഗ്, അതായത് ഏറ്റവും അതീവ സുരക്ഷാ മേഖലയിലെ ഒരു ചെക്ക് പോസ്റ്റിന് മുൻപിൽ കിടന്ന് ബഹളമുണ്ടാക്കുന്നത്. ആ ബഹളത്തിൻ്റെ കാരണം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ആ മേഖലയിൽ അവരുടെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയപ്പോൾ സഞ്ചാരികളെ കുറച്ച് നേരത്തേക്ക് ആ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു വെച്ചു. വിനോദസഞ്ചാരികളെയാണെന്ന് ഓർക്കണം, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ ജീവി അവിടെ കിടന്ന് വലിയ ബഹളമുണ്ടാക്കി, ഞങ്ങൾ ജെൻസികളാണ്, വി ആർ നോട്ട് ടോളറേറ്റ് ദിസ് നോൺസെൻസ്, അതായത് വി വോണ്ട് ടോളറേറ്റ് ദിസ് നോൺസെൻസ്, ഇത്തരത്തിലുള്ള ഒരു നോൺസെൻസുകൾ ഞങ്ങൾ ക്ഷമിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അടിസ്ഥാനപരമായിട്ട് ഭാഷാപരിജ്ഞാനം എത്രത്തോളമുണ്ടെന്ന് വി ആർ നോട്ട് ടോളറേറ്റ് ദിസ് നോൺസെൻസ് എന്ന ആ ഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ജെൻസി ആണെന്നാണ് അവകാശപ്പെടുന്നത്. ഇത്തരത്തിൽ വലിയ ബഹളങ്ങൾ അവിടെ ഉണ്ടാക്കി. ഇവരെല്ലാവരും മറന്നു പോകുന്നൊരു കാര്യം, ഈ വിനോദസഞ്ചാരികളായി അവർക്ക് ലഡാക്കിലും ദ്രാസ് കാർഗിലുമൊക്കെ എത്തിച്ചേരുവാൻ സാധിച്ചത് തന്നെ സൈനിക ഉദ്യോഗസ്ഥർ അവിടെ അവരുടെ ജീവൻ നൽകി പണിയെടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ശത്രുക്കളെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ്. എന്നിട്ട് പോലും പഹൽഗാം പോലുള്ള ഭീകരാക്രമണങ്ങൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ദൗർഭാഗ്യകരമാണ്. പക്ഷേ സൈന്യത്തിനും ഒരു പരിധിയുണ്ടല്ലോ. അവരുടെ പരിധിക്കപ്പുറത്തേക്ക് അവർ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ആ സുരക്ഷയാണ് ഞങ്ങളുടെ പണത്തിലാണ്, നികുതി പണത്തിലാണ് നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത്, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ വീണ്ടും പറയുന്നു വി ആർ നോട്ട് ടോളറേറ്റ് ദിസ് നോൺസെൻസ്. ആ ജീവിയുടെ വീഡിയോയുടെ ശബ്ദമുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അതിനോടുള്ള പ്രതികരണമായിട്ടൊരു വീഡിയോ അവസാനം ഞാൻ കാണിക്കാം. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളുടെ നികുതിപ്പണം ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒക്കെ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളും അസഭ്യവും ഒക്കെ വിളിച്ചു പറഞ്ഞും കാട്ടിക്കൂട്ടിയും ഒക്കെ നേടുന്ന വരുമാനത്തിന് നികുതി അടയ്ക്കുന്നുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. അതില്ല എങ്കിൽ ഈ ഭാഷാപരിജ്ഞാനവും ഇത്തരത്തിലുള്ളൊരു മനോഭാവവും വെച്ച് എവിടെ ജോലി ചെയ്താണ് ഇതുപോലുള്ള ജീവികൾ സാമ്പത്തികമായിട്ട് അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കുകയും ഭാരതത്തിന്, നമ്മുടെ രാജ്യത്തിന് നികുതി നൽകുകയും ചെയ്യുന്നതെന്നുള്ളത് മറ്റൊരു ചോദ്യം. അടിസ്ഥാനപരമായിട്ട് അവർ പറയുന്നത് ജെൻസി എന്നാണല്ലോ. അപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്നത് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 22 വയസ്സ് മുതൽ ഒരു 28 വയസ്സ് 30 വയസ്സ് വരെയുള്ള ഒരു വിഭാഗത്തിനെയാണ് ഈ ജെൻസി എന്ന് വിശേഷിപ്പിക്കുന്നത്. തെറ്റാണെങ്കിൽ പ്രായം തിരുത്തുക. ഈ പ്രായത്തിൽ ഇതുപോലുള്ള ജീവികൾ മിക്കവാറും മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലും അച്ഛൻ്റെ പണത്തിലായിരിക്കും. അപ്പോൾ ഇവരെന്താണ്, അച്ഛൻ കൊടുക്കുന്ന നികുതിയുടെ കാര്യത്തിൽ ശരി, അച്ഛൻ ജെൻസി അല്ലല്ലോ. വി ആർ നോട്ട് ടോളറേറ്റ് ദിസ് നോൺസെൻസ് എന്ന് ദ്രാസ് കാർഗിലിൽ ആ ചെക്ക് പോയിൻറ്റിൻ്റെ അവിടെ പോയി കിടന്ന് അലറുവാനുള്ള സ്വാതന്ത്ര്യം പോലും സൈനികരാണ് ഇവർക്ക് നേടിക്കൊടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ സുരക്ഷയിലാണ് ഈ അലർച്ച. ഇല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ജിഹാദിയുടെ ഒന്നുകിൽ അടിമയായിട്ടോ അല്ലെങ്കിൽ വെടികൊണ്ട് തീരാനുള്ള ജന്മമായിട്ടോ ഇത് ഒടുങ്ങിയേനെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് എന്തിനാ പറയുന്നത്, സ്വതവേ കാർഗിൽ പ്രശ്നത്തിൽ മാത്രമല്ല എല്ലാ പ്രശ്നത്തിലും ഭാരത വിരുദ്ധത വെച്ച് പുലർത്തുന്ന ഫറൂഖ് അബ്ദുള്ളയുടെ മകനായ ഒമർ അബ്ദുള്ള, ജമ്മു ആൻഡ് കാശ്മീർ മുഖ്യമന്ത്രി, വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അനാവശ്യമായി പോയെന്നുള്ളത്. ജെൻസിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ വിമർശനങ്ങൾ ഉയരുന്നതൊന്നുമല്ല, ഇപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന ഒരു വിഭാഗം അവർക്കെന്തോ പ്രത്യേക ഒരു സുരക്ഷയുണ്ട്, ഒരു സുരക്ഷാ കവചമുണ്ടെന്നാണ്. അങ്ങനെ യാതൊരു തെറ്റിദ്ധാരണയും വെച്ച് പുലർത്തരുത്. ഭാരതത്തിലെ പൗരനാണെങ്കിൽ എല്ലാവർക്കും ബാധകമായ നിയമം നിങ്ങൾക്കും ബാധകമാണ്. സുരക്ഷാ സേന ഒരുക്കിയിരിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റിൽ ചെന്ന് കാത്തു നിൽക്കണമെന്നുള്ളത് ഭാരതത്തിൻ്റെ നിയമമാണെങ്കിൽ കാത്തു നിന്നേ മതിയാകുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ജെൻസി ആണെന്നും പറഞ്ഞ് ഈ ആഭാസ സമരം നടത്തുന്ന പാറ്റകളെ കുറേ എണ്ണത്തിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാനൊന്ന് ശ്രമിച്ചു നോക്കൂ. അവന്മാർ ആ പരിസരത്ത് വരില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇപ്പോൾ വെറും ഈ ഒരു റേജ് ബെയ്റ്റ് എന്ന് പറയും. റേജ് ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ അമർഷമുണ്ടാക്കി തങ്ങളുടെ ഒരു വ്യൂസും തങ്ങളുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്ന കാഴ്ചകളും എല്ലാം വർദ്ധിപ്പിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുക, അത്തരത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രശസ്തയാകുക. ഈ ജീവിയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രശസ്തയാവുന്ന കാലമാണിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, ജെൻസി ആണ് അതിന് കാരണമെങ്കിൽ ജെൻസി സ്വയം വിമർശനം നടത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഞാൻ നമ്മുടെ ഈ വിഷയത്തിൻ്റെ അവസാനം ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. യാഷിക എച്ച് ത്യാഗി ക്യാപ്റ്റനാണ്, റിട്ടയർഡാണ്. അവർ നടത്തുന്നൊരു പ്രതികരണമാണ്. ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ജീവികളെക്കുറിച്ചുള്ള അവരുടെ ഒരു
അഭിപ്രായം. അതുമാത്രമല്ല, ഈ ജെൻസി എന്നുള്ളൊരു പ്രായമുണ്ടല്ലോ, ഇപ്പോഴത്തെ കാലത്തിലുള്ള ഈ പ്രായപരിധിക്കാണല്ലോ ജെൻസി എന്ന് പറയുന്നത്. കാർഗിലിൽ നിരവധി വീരന്മാർ, വിക്രം ഭദ്ര മുതൽ ഉള്ള നിരവധി വീരന്മാർ ഈ പ്രായത്തിലാണ് അവരുടെ ജീവൻ ബലിയർപ്പിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതിയത്, രാജ്യത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചത്. അത്തരത്തിലുള്ള ചരിത്രങ്ങളും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ജെൻസി എന്നുള്ള പേരിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ആഭാസങ്ങൾ സത്യത്തിൽ ക്ഷമിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നതല്ല. ഇത് ഇത്തരത്തിലുള്ളൊരു ഹിപ്പോപ്പൊട്ടാമസ് ആണോ, മറ്റെന്തെങ്കിലും വിചിത്ര ജീവിയാണോ, എന്തെങ്കിലും അന്യഗ്രഹ ജീവിയാണോ എന്ന് തിരിച്ചറിയാത്ത തരത്തിലുള്ള ഈ ജീവി കാട്ടിക്കൂട്ടി ഈ ആഭാസം ഇനി അങ്ങോട്ടേക്ക് പലയിടങ്ങളിലും ആവർത്തിക്കപ്പെടും. അതാണ് ഈ ജന്തർ മന്ദറിലെ സമരാഭാസം കൊണ്ടുണ്ടായിട്ടുള്ള ഏക പ്രയോജനം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം നികൃഷ്ട ജീവികളുടെ വിളയാട്ടങ്ങൾ തുടരും. അതിന് എന്താണ് പരിഹാരമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് യഥാർത്ഥ ജെൻസിയാണ്. കാരണം ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഈ ജെൻസി എന്നുള്ളത് ഇവരാണ് അവർക്കിടയിലെ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ. പക്ഷേ നിശബ്ദരായി വളരെ കൃത്യമായിട്ട് അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള ലക്ഷ്യബോധത്തോടു കൂടി സ്വിഗ്ഗി ഓടിയിട്ടാണെങ്കിലും തങ്ങൾക്ക് പഠിക്കുവാനുള്ള സാമ്പത്തികം കണ്ടെത്തി അടുത്ത ചുവട് വെച്ച് തങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടണമെന്ന ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം ജെൻസിയുടെ ഇടയിലുണ്ട്. നിങ്ങളുടെ പേരാണ് ഇത്തരത്തിലുള്ള ജീവികൾ കളങ്കപ്പെടുത്തുന്നത്. അതിന് പരിഹാരം കാണേണ്ടതും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ വീഡിയോ ജെൻസിക്ക് മാത്രമുള്ളതാണ്. മറ്റുള്ളവർക്കും കാണാം, അഭിപ്രായം പറയാം. പക്ഷേ ജെൻസികളോട് ഒരു സംവാദം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ചോദ്യം എന്നുള്ള നിലയിലാണ്. ഇത്തരത്തിലുള്ള ജീവികളാണോ നിങ്ങളുടെ യഥാർത്ഥ പ്രതിനിധികൾ? അതോ 22-ാം വയസ്സിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ധീരയോദ്ധാക്കളും? ആരാണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇത്തരത്തിലുള്ള ജീവികളാണ് നിങ്ങളുടെ പ്രതിനിധികൾ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ രാജ്യത്തെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിങ്ങളുടെ ഭാഗധേയം വളരെ വലുതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ജെൻസികളുടെയും ജെൻസി അല്ലാത്തവരുടെയും ജൻ ഔഷധികളുടെയും എല്ലാം അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യാഷിക എച്ച് ത്യാഗി ക്യാപ്റ്റനാണ്, റിട്ടയർഡ് ക്യാപ്റ്റനാണ്. ആ ധീരയോദ്ധാവിൻ്റെ, കാർഗിൽ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ധീരയോദ്ധാവാണ്. ആ ധീരയോദ്ധാവിൻ്റെ വാക്കുകൾ കൂടി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കാം. ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിന് താഴെ ഈ ജീവി കിടന്നുണ്ടാക്കുന്ന ബഹളത്തിൻ്റെ നിശബ്ദ ദൃശ്യങ്ങളും ഞാൻ ചേർക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വയം രൂപീകരിക്കുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. If my limited information about the age group of Gen Z goes, and Ojas, please correct me if I am wrong, it is somewhere between 20 to 25? Yeah. Yes, correct. Yeah? Okay. So I would just like to tell everybody who is listening, not only this girl, and I am sure Major Toor and Wing Commander Gitanjali will also count the years when they joined armed forces. I was 22 years old when I wore those stars on my shoulders for the first time. I was 25 years old when I was operating in that exactly same area. When Kargil war started, I was part of it. And not only that, I was carrying a child in my belly, 4th, 5th, and 6th month of pregnancy. But though we may not be called Gen Zs, but we were exactly the same age as the Gen Zs today. तो वो उम्र का तूफान क्या होता है, और उस तूफान को सही तरीके से डायरेक्ट किया जाए तो उसके बाद क्या निखर के लोग निकलते हैं बाहर. I have seen that. And the 3 veterans here are symbolic. We are the people who are representing this armed forces. Can we forget Vikram Batra? Can we forget Manoj Pandey? Those young people, Gen Zs of their age, what have they done in their lives? So, Gen Z is a big responsibility, is a big mantle. Our nation is looking at you. हम लाए हैं तूफान से कश्ती निकाल के, इस देश को रखना मेरे बच्चों संभाल के. That is all I want to tell every Gen Z here. You are our future. You are going to take us to years ahead.
take care of this nation. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.